ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മലാക്ക കടലിടുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കപ്പൽ പാത. കൂടാതെ ആഗോള വ്യാപാരത്തിനും ഊർജ്ജ വിതരണത്തിനും ഒരു പ്രധാന ധമനിയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചൈന ആഗോള സ്വാധീനം ഉറപ്പിച്ചു പറഞ്ഞ ടിയാൻജിനിൽ അടുത്തിടെ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ ദക്ഷിണ ചൈന കടൽ മേഖലയിൽ പിരിമുറുക്കം വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ചൈനയും ഫിലിപ്പീൻസ്, വിയറ്റ്നാം ഉൾപ്പെടെയുള്ള അയൽക്കാരും ഉൾപ്പെടുന്ന തർക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിലനിന്നു പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയും ഒരു വൻ നീക്കം നടത്തിയിരിക്കുകയാണ്. സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവർക്കൊപ്പം മലാക്ക കടലിടുക്കിൽ പെട്രോളിൽ ചേരാനാണ് ഇന്ത്യ ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ നീക്കത്തെ അതിന്റെ തന്ത്രപരമായ താല്പര്യങ്ങളുടെ ഉറപ്പായും ചൈനയ്ക്കുള്ള സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഭൗമരാഷ്ട്രീയ മുന്നറിയിപ്പായിട്ടുമാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും കാണുന്നത്. അതായത് തന്ത്രപരമായി നിർണായകമായ മലാക്ക കടലിടുക്കിൽ സംയുക്ത പെട്രോളിംഗ് ആരംഭിക്കാൻ ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഈ നിർണായക സമുദ്ര നിയന്ത്രണ കേന്ദ്രത്തിൽ ഇന്ത്യയുടെ വളരുന്ന സമുദ്ര സാന്നിധ്യവും ഭൗമരാഷ്ട്രീയ അധികാരവും അടിവരയിടുന്ന ഒരു നീക്കമാണിത്. ഇന്ത്യയുടെ ഇവിടുത്തെ നാവിക സാന്നിധ്യം ഒരുപക്ഷെ ചൈനയുടെ താല്പര്യങ്ങൾക്ക് ഒരു നേരിട്ടുള്ള വെല്ലുവിളിയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ചൈനയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 70%-ലധികവും അതേപോലെ തന്നെ പ്രതിവർഷം $3.5 ട്രില്യൺ മൂല്യമുള്ള സമുദ്രോർജ്ജ വ്യാപാരത്തിന്റെ ഏകദേശം 23%-വും ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വിപുലീകൃത നാവിക സാന്നിധ്യം ചൈനീസ് താല്പര്യങ്ങൾക്ക് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായി മാറുകയാണ്. ഇന്ത്യ, സിംഗപ്പൂർ നേതാക്കൾ തമ്മിലുള്ള ഉന്നതതല നയതന്ത്ര ചർച്ചകളെ തുടർന്നാണ് ഇപ്പോൾ ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആളില്ലാ കപ്പലുകൾ, സമുദ്ര സുരക്ഷ സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെയുള്ള ആഴത്തിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഒരു സൂചനയാണ് ഇതിപ്പോൾ നൽകുന്നത്. ഈ ഇടനാഴിയിലെ ഇന്ത്യൻ നാവികസേനയുടെ മെച്ചപ്പെടുത്തിയ സമുദ്ര നിരീക്ഷണവും ഏകോപിത പെട്രോളിങ്ങും ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയവുമായി ഇന്തോ പസഫിക് കാഴ്ചപ്പാടുമായും ബന്ധപ്പെട്ട വിശാലമായ ഒരു തന്ത്രത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം ഊർജത്തിനും വ്യാപാര പ്രവാഹത്തിനും നിർണായകമായ കടൽപാതകൾ സുരക്ഷിതമാക്കുന്നതിനപ്പുറം ഇന്ത്യയുടെ കടൽ മാർഗമുള്ള വ്യാപാര ഗതാഗതത്തിന്റെ ഏകദേശം 60%-വും ഈ വഴിയിലൂടെയാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ഈ നീക്കം ഇപ്പോൾ ചൈനയ്ക്ക് ഒരു നല്ല ലക്ഷ്യമാണ് നൽകുന്നത്. അതായത് ഭൂരാഷ്ട്രീയമായി സെൻസിറ്റീവ് മേഖലയിലെ ഇന്ത്യയുടെ നാവിക നീക്കങ്ങൾ അതിന്റെ പ്രാദേശിക സ്വാധീനം ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും അതിനപ്പുറത്തും ചൈനയുടെ വ്യാപന ലക്ഷ്യങ്ങളെ സജീവമായി നേരിടാൻ ഇന്ത്യ തയ്യാറാണ് എന്ന ശക്തമായ സന്ദേശമാണ് ഇതിപ്പോൾ നൽകുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ ഈ പെട്രോളിംഗിൽ ചേരുന്നത് ചൈനയ്ക്ക് ഒരു ജാഗ്രതയുള്ള തന്ത്രപരമായ കണക്കുകൂട്ടൽ സൃഷ്ടിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും സമുദ്ര തർക്കങ്ങളും വലിയ ശക്തി മത്സരവും കാരണം ഈ മേഖല അസ്ഥിരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഇവിടെ പെട്രോളിംഗ് നടത്തുന്നത്. ഈ അടുത്തിടെ മുതൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ നാവികസേന നടത്തിയിരിക്കുന്ന ഈ നീക്കം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യതകളുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ നാവികസേന ഈ പെട്രോളിംഗിൽ ചേരുകയാണെങ്കിൽ ചൈനയുടെ ഭൗമരാഷ്ട്രീയ അഭിലാഷങ്ങൾക്ക് ആധിപത്യത്തിന് ഒരു തന്ത്രപരമായ ആഘാതമായിരിക്കും ഇത് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ യുദ്ധത്തിന്റെ വിപ്ലവകരമായ നേട്ടം, അതായത് ചരിത്ര നേട്ടം എന്ന് തന്നെ വേണം പറയാൻ. ഈ നേട്ടം ഇന്ത്യ രഹസ്യമായി മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതായത് 2019 മാർച്ച് 27-ന് ഓപ്പറേഷൻ മിഷൻ ശക്തി എന്ന ഇന്ത്യയുടെ ഒരു ആന്റി സാറ്റലൈറ്റ് ആയുധം വിജയകരമായി പരീക്ഷിച്ചുകൊണ്ട് ബഹിരാകാശ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യ ഇടം നേടി. ഇത് തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ നാഴികക്കല്ലായിരുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നടത്തിയ ഈ പരീക്ഷണത്തിൽ പൃഥ്വി ഡെലിവറി വെഹിക്കിൾ മാർക്ക് 2 അതായത് PDV മാർക്ക് 2 വെറും 53 സെക്കൻഡ് വേഗത്തിലുള്ള പറക്കലിൽ ഏകദേശം 283 കിലോമീറ്റർ ഉയരത്തിൽ ഇന്ത്യൻ മൈക്രോസാറ്റ് 6 ഉപഗ്രഹത്തെ തടഞ്ഞു നിർത്തി നശിപ്പിച്ചു. വിപ്ലവകരമായ ഇന്ത്യയുടെ ഈ നേട്ടം ഇന്ത്യ രഹസ്യമായി മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ DRDO പുറത്തുവിട്ടിരിക്കുന്ന സമീപകാല വിവരങ്ങൾ പറയുന്നത് മിസൈൽ പരീക്ഷിച്ച് സാധൂകരിച്ചിട്ടുണ്ട് എങ്കിലും സായുധ സേനയുടെ ഔപചാരിക പ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഈ ASAT സംവിധാനത്തെ നമ്മുടെ ഇന്ത്യയുടെ അഭിലാഷമായ സുദർശൻ ചക്ര സ്കൈ ഷീൽഡുമായി സംയോജിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുകയും എതിരാളികളുടെ IAF താവളങ്ങളുടെയും വ്യോമ പ്രതിരോധ ശൃംഖലകളുടെയും തത്സമയ നിരീക്ഷണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. 2019 മാർച്ച് 27-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച മിഷൻ ശക്തി അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം എസാറ്റ് കഴിവുകൾ പ്രകടിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യയെ അടയാളപ്പെടുത്തി. ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാമിന്റെ 2ാം ഘട്ടത്തിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത ഒരു എക്സോ അറ്റ്മോസ്ഫറിക് ഇന്റർസെപ്റ്ററായ PDV MK2 ഈ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു.
ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ 2019 ജനുവരി 24 വിക്ഷേപിച്ച 740 കിലോഗ്രാം ഭാരമുള്ള മൈക്രോസാറ്റ് 6 എന്ന ഉപഗ്രഹത്തെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ അതായത് LEOയിൽ കാര്യമായ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കാതെ തന്നെ ഇല്ലാതാക്കി. 1200 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഉപഗ്രഹങ്ങളെ നിർവീര്യമാക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഈ പ്രവർത്തനം വഴി പ്രദർശിപ്പിച്ചത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം തന്നെയല്ലേ. 2 ഘട്ടങ്ങളുള്ള സോളിഡ് പ്രൊപ്പലന്റ് മിസൈലായ PDV Mark II ടെർമിനൽ ഫേസ് കൃത്യതയ്ക്കായി അഡ്വാൻസ്ഡ് നാവിഗേഷൻ, ഇൻഫ്രാറെഡ് സീക്കറുകൾ, ഗിംബലഡ് ത്രസ്റ്റ് വെക്ടർ നിയന്ത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന പൃഥ്വി സീരീസിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തുന്നത്. മിനിറ്റിന് താഴെ ദൗത്യത്തിലെ വിജയം, അതായത് വെറും 53 സെക്കൻഡ്, മാക്ക് 10ൽ കൂടുതൽ വേഗത, അതിവേഗ ഇന്റർസെപ്ഷൻ. നമ്മുടെ DRDOയുടെ വൈദഗ്ധ്യമാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ 2020 DRDO ഉദ്യോഗസ്ഥർ ഇതിനെപ്പറ്റി പറഞ്ഞത് തന്ത്രപരവും ബജറ്റ് പരിഗണനകളും കാരണം മനഃപൂർവ്വം താൽക്കാലികമായി ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ MOD പ്രോഗ്രാം പുനഃപരിശോധിക്കുകയാണ്. PDV Mark II കൂടുതൽ പരിഷ്കരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കൂടുതൽ മെച്ചപ്പെടുത്തലുകൾക്ക്, കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് ഇപ്പോൾ PDV Mark II വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2024 ജൂലൈയിൽ 5000 കിലോമീറ്റർ ക്ലാസ് ലക്ഷ്യത്തിന് AD-1 ഇന്റർസെപ്റ്റർ പോലുള്ള ഘട്ടം 2 പരീക്ഷണങ്ങളിൽ പ്രകടമാക്കിയ മിസൈലിന്റെ BMD വേരുകൾ ASAT റോളുകൾക്ക് അനുയോജ്യമായ ഒരു ശക്തമായ പ്ലാറ്റ്ഫോമായി ഇതിനെ ഉയർത്തിക്കാട്ടി. ഇതിനിപ്പോൾ LEO, മീഡിയം എർത്ത് ഓർബിറ്റ്, അതേപോലെ തന്നെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്നിവയിലെ ഉപഗ്രഹങ്ങളുമായി ഇടപഴകാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഇതിനെ ഇപ്പോൾ ഒരു വൈവിധ്യമാർന്ന ആയുധമായി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ 2025 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത സുദർശൻ ചക്ര സ്കൈ ഷീൽഡുമായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ പുതുക്കിയ താല്പര്യം ഇപ്പോൾ യോജിച്ചിരിക്കുകയാണ്. 2035 മൾട്ടി ഡൊമൈൻ പ്രതിരോധ കൂടിയായി ഇത് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. BMD പ്രോഗ്രാമിന്റെ ഈ 3ാം ഘട്ട പരിണാമം ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം, വ്യോമ പ്രതിരോധം, ബഹിരാകാശ അധിഷ്ഠിത കഴിവുകൾ എന്നിവ രാജ്യവ്യാപകമായ ദേശീയ സുരക്ഷാ കവചമായി സംയോജിപ്പിക്കുകയാണ്. ആക്രമണാത്മക ASAT ഘടകമായി PDV Mark II ഉൾപ്പെടുത്തുന്നത് എതിരാളികളുടെ ഉപഗ്രഹ നക്ഷത്ര സമൂഹങ്ങളെ ലക്ഷ്യമാക്കി ഈ ഷീൽഡിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കും. ഇത് IAF താവളങ്ങൾ, വ്യോമ പ്രതിരോധ ശൃംഖലകൾ, സൈനിക നീക്കങ്ങൾ എന്നിവയിൽ തത്സമയ ഇന്റലിജൻസ് നൽകും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇമേജറിക്കും ആശയവിനിമയത്തിനും ഉപയോഗിക്കുന്ന ചൈനയുടെ യോഗൻ, പാകിസ്ഥാന്റെ പാക്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങളെ നിർവീര്യമാക്കാൻ ഇതിന് കഴിയും. സംഘർഷങ്ങളിൽ ശത്രുക്കളുടെ കമാൻഡ് ആൻഡ് കൺട്രോളിനെ ഇല്ലാതാക്കും. ചൈനയുടെ വളരുന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്ന്, അതായത് 2025 ചൈനയ്ക്കുള്ളത് ഏകദേശം 200-ലധികം ഉപഗ്രഹങ്ങളാണ്. ഇതിൽ നിന്നും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ഇരട്ട ഉപയോഗ ആസ്തികളിൽ നിന്നുമെല്ലാം ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇതിന് സാധിക്കും. അതേപോലെ ഭീഷണികൾക്ക് മുൻഗണന നൽകുന്നതിനായി PDV Mark IIനെ ആകാശ് AI സിസ്റ്റവുമായി മുൻകൂർ മുന്നറിയിപ്പിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസുമായും ബന്ധിപ്പിക്കും. ഇതുമൂലം താഴ്ന്ന ഭ്രമണപഥ ലക്ഷ്യങ്ങൾക്കെതിരെ, അതായത് 200 മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള ഭ്രമണപഥത്തിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ദ്രുത പ്രതികരണം സാധ്യമാക്കാൻ സാധിക്കും. കൂടാതെ കൈനറ്റിക് അല്ലെങ്കിൽ ഡയറക്റ്റ് എനർജി വകഭേദങ്ങൾ ഉപയോഗിച്ച് ഉയർന്ന ഭ്രമണപഥങ്ങൾക്കായുള്ള അപ്ഗ്രേഡുകൾ സാധ്യമാക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 2027-28 ആകുമ്പോഴേക്കും PDV Mark II ഉൾപ്പെടുത്തുന്നതോടുകൂടി ഇന്ത്യ അസമമായ യുദ്ധത്തിന് പ്രാപ്തിയുള്ള ഒരു ബഹിരാകാശ ശക്തിയായി സ്ഥാപിക്കും. ചൈനയുടെ ASAT പരീക്ഷണങ്ങൾക്കും റഷ്യയുടെ ന്യൂഡോൾ സിസ്റ്റത്തിനുമെതിരെ ഇന്ത്യയുടെ സിസ്റ്റം ചെലവ് കുറഞ്ഞ ഒരു കൗണ്ടർ വാഗ്ദാനം ചെയ്യും. ടാറ്റ അല്ലെങ്കിൽ L&T പോലുള്ള സ്വകാര്യ കമ്പനികളെ ഉൾപ്പെടുത്തി വാണിജ്യപരമായി ASAT വികസനം അനുവദിക്കുമെന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ബഹിരാകാശ യുദ്ധത്തിന് പ്രാപ്തിയുള്ള ഒരു ബഹിരാകാശ ശക്തിയായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.